ക്ഷണിച്ചുകൊള്ളും. എല്ലാവർക്കും നമസ്കാരം. ജ്ഞാനജ്യോതി ട്യൂഷൻ സെൻ്ററിൻ്റെ ഉദ്ഘാടന ചടങ്ങിൻ്റെ അധ്യക്ഷൻ ശ്രീ ഷാജു അറയ്ക്കൽ, സ്വാഗതം നമുക്കെല്ലാവർക്കും വേണ്ടി ഇവിടെ ആശംസിച്ച ശ്രീമതി ലിസി ടീച്ചർ, അതുപോലെ നമ്മുടെ ഈ പരിപാടിക്ക് ആശംസകൾ അറിയിക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള അധ്യാപകനായിട്ടുള്ള സോജീഷ് കുമാർ, മുൻ അധ്യാപകനും പ്രശസ്ത കർഷകനുമായിട്ടുള്ള ശ്രീ KP ദർശൻ മാഷ്, അതുപോലെ ഈ കെട്ടിടത്തിൻ്റെ ഉടമയും നമ്മുടെ പഞ്ചായത്തിലെ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുമായിട്ടുള്ള ജോർജ് വർഗീസ് മോവങ്കൽ ഉൾപ്പെടെ നമ്മുടെ ഈ ട്യൂഷൻ സെൻ്ററിൻ്റെ ഉദ്ഘാടനത്തിന് എത്തിച്ചേർന്നിട്ടുള്ള കൊച്ചുകൂട്ടുകാർ, അമ്മമാർ, രക്ഷിതാക്കൾ, എല്ലാവർക്കും നമസ്കാരം. ജ്ഞാനജ്യോതി ട്യൂഷൻ സെൻ്ററിൻ്റെ ആദ്യ ട്യൂഷൻ അല്ലെങ്കിൽ ഒരു പഠനം ഒരു പക്ഷേ 4ാം വാർഡിലാണ് നടന്നിട്ടുള്ളത്. കഴിഞ്ഞ വെക്കേഷനിൽ നമ്മുടെ വാർഡിലത്തെ കൊച്ചുകൂട്ടുകാർക്ക് വേണ്ടി ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സും അതുപോലെ ഒരു ചിത്രരചന ക്ലാസ്സും നമ്മൾ സംഘടിക്കുകയുണ്ടായി. നല്ല രീതിയിൽ അന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഒരു കുടുംബം വിദ്യ പകർന്നു കൊടുക്കുന്നതിന് വേണ്ടി മോളടക്കം സജീവമായി ആ ക്യാമ്പിൽ ഉണ്ടായിരുന്നു. 10 ദിവസത്തെ ക്യാമ്പിൽ ഈ 2 സെക്ഷനും അവർ 2 പേരും കൃത്യമായി നിർവഹിക്കുകയും, സാധാരണ നമ്മളൊരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ചില അഭിപ്രായങ്ങളൊക്കെ അങ്ങനെ നല്ലതും പൊട്ടയും വരാം. പക്ഷേ ആ പരിപാടിക്ക് ഭാഗമായിട്ടുള്ള കുട്ടികളുടെ രക്ഷിതാക്കൾ അവർ ചോദിച്ച ഇവരെങ്ങനെ കണ്ടെത്തിയെന്ന് ചോദിച്ചത്, ഒരു കുടുംബം ഇതേപോലെ അർപ്പണ ബോധത്തോടു കൂടി ഒരു വിദ്യ പകരുന്നതിന് വേണ്ടി ഒരുമിച്ചൊരു വീട്ടിൽ ഒരു അപൂർവമാണ്. ചിലപ്പോൾ ഗൃഹനാഥൻ ചിലപ്പോൾ മാഷായിരിക്കാം, പക്ഷെ ഭാര്യ ചിലപ്പോൾ അതൊരു ഓപ്പോസിറ്റ് സ്വഭാവമുള്ള ആളായിരിക്കാം. പക്ഷെ 2 പേരും മോളടക്കം നമ്മുടെ വാർഡിൽ ആ പരിപാടി വിജയിപ്പിക്കുന്നതിന് വേണ്ടി അവിടെ രംഗത്തുണ്ടായിരുന്നു. അപ്പോൾ അറിവ് എന്നുള്ള സംഭവം വീതം വയ്ക്കാൻ പറ്റാത്ത, തട്ടിപ്പറിക്കാൻ പറ്റാത്ത ഒരു സ്വത്താണ്. അത് പഠിച്ച് തന്നെ അനുഭവം കൊണ്ട് തന്നെ നമ്മൾ നേടിയെടുക്കണം. അപ്പോൾ സ്വത്തൊക്കെ നമ്മുടെ ഭൂമിയായാലും പണമായാലും സ്വർണ്ണക്കായാലും നമുക്ക് വേറെ ആൾക്ക് അപഹരിക്കാൻ കഴിയും. അറിവിനെ ഒരിക്കലും ചെയ്യാൻ കഴിയില്ല, വീതം വയ്ക്കാനോ തട്ടിയെടുക്കാനോ കഴിയില്ല. അത് കയ്യിലുള്ളവരാണ് ശരിക്കും സമ്പന്നർ. അതുള്ള ഒരു കുടുംബമാണ് ഈ ജ്ഞാനജ്യോതി ട്യൂഷൻ സെൻ്റർ ഇവിടെ സംഘടിപ്പിക്കുന്നത്. നല്ലൊരു കയ്യടി ആ കുടുംബത്തിന് കൊടുക്കണം എല്ലാവർക്കും. അപ്പോൾ നമ്മുടെ ഈ സെൻ്ററിൻ്റെ ഒരു ഭാഗ്യമായിട്ട് കണക്കാക്കുക. നല്ല രീതിയിലുള്ള ഒരു ട്യൂഷൻ സെൻ്ററായി മാറുന്നതിന് വേണ്ടി നമ്മുടെ അധ്യാപകർക്ക് നല്ല അറിവുകൾ പുതു തലമുറയ്ക്ക് കാലഘട്ടത്തിന് അനുസൃതമായി പറഞ്ഞു കൊടുക്കുന്നതിന് വേണ്ടി അവർക്ക് കഴിയട്ടെ എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. എല്ലാവിധ ആശംസകളും പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിൻ്റെ പേരിൽ ഈ ട്യൂഷൻ സെൻ്ററിനും ഇവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.